സമൂഹത്തിൽ അല്പം സ്ഥാനമാനങ്ങളുള്ള നാട്ടുപ്രമാണിയായ ഒരു രാഷ്ട്രീയ നേതാവിന്റെ കുടുംബത്തെ ചുറ്റിപ്പറ്റിയുള്ള ചില സംഭവങ്ങളും കുറെ വൈകാരിക മുഹൂർത്തങ്ങളുമാണ് ഈ ലഘുനാടകത്തിന്റെ ഇതിവൃത്തം. ജലകുമിളകളാകുന്ന ഈ അല്പജീവിതത്തിൽ മനുഷ്യബന്ധങ്ങളുടെ പ്രസക്തിയും ഇന്നും നഷ്ടപ്പെടാത്ത സ്നേഹവും കരുണയും നന്മകളും നിങ്ങളിലേക്ക് സംവേദിപ്പിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. നാടകം തുടങ്ങുന്നു. ബന്ധങ്ങൾ ബന്ധനങ്ങളല്ല. ദേവി, ദേവി. നോക്കാം. സാറൊന്ന് റെസ്റ്റ് എടുക്കണം മാഷേ. ചേച്ചി, ഒരു ഇത്തിരി വെള്ളം എടുത്തേ. നേതാവ് എത്തിയോ? ഓ ചേച്ചി, കളിയാക്കൊന്നും വേണ്ട. എന്തുകൊണ്ടും പാർട്ടിയുടെ പ്രസിഡന്റ് ആവാൻ സാറ് തന്നെ യോഗ്യൻ. ആ നടപ്പും എടുപ്പും ആ പക്വതയും ഈ പൊതുപ്രവർത്തകരൊക്കെ സാറിനെ കണ്ടു പഠിക്കണം. പൊക്കി ഇപ്പൊ ആകാശത്ത് മുട്ടിക്കുമല്ലോ. ഒന്ന് പോ ചേച്ചി. എന്തു പറഞ്ഞാലും ശരി, ഇനി മുതൽ സാറിന്റെ കൂടെ എപ്പോഴും ഞാൻ ഉണ്ടാവും. ഈ ശശിയെ അത്ര വിശ്വസിക്കണ്ട കേട്ടോ. കൂടെ കൂടിയതല്ലേ, എങ്ങനെയാ ഒഴിവാക്കുന്നത്? ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നീ പോടാ. വല്യേട്ടൻ വന്നോ? എന്റെ വല്യേട്ടൻ പ്രസിഡന്റ് ആയല്ലേ? എന്റെ വല്യേട്ടൻ പ്രസിഡന്റ് ആയിട്ടോ? ഇന്നാടാ കൊണ്ടുപോ നിന്റെ മാങ്ങ. നിന്റെ മാവിലെ മാങ്ങ എല്ലാം പുഴുത്തു പോട്ടെ. ദേവി, ഇവനെ ആരാ പുറത്തേക്ക് വിട്ടേ? കുട്ടാ, നീ എങ്ങോട്ടാ പോയേ? ആരെയാ ചീത്ത പറയുന്നേ? എന്റെ വല്യേട്ടൻ പ്രസിഡന്റ് ആയില്ലേ? വല്യേട്ടന് സ്വീകരിക്കാൻ ഒരു പൂമാല മേടിക്കാൻ പോയതാ. തിരിച്ചു വരുമ്പോ കുട്ടപ്പന്റെ മാവിന്ന് ഒരു മാങ്ങ പറിച്ചു. അതിന് അവൻ എന്റെ പുറകെ വടി കൊണ്ട് വന്നു. കുട്ടപ്പൻ എന്നൊന്നും പറയരുത്. അയാൾ വലിയേട്ടന്റെ പ്രായമല്ലേ. ഞാൻ പറയും, നല്ല കണ്ണു പൊട്ടട ചീത്ത വിളിക്കും. അയാൾ എന്തിനാ വടി കൊണ്ട് വന്നേ? അതൊക്കെ പോട്ടെ, എന്നിട്ട് ആ പൂമാല എവിടെ? ഒരെണ്ണം ബാക്കിയുണ്ടായിരുന്നു. അത് ഞാൻ എന്റെ വല്യേട്ടിന് വേണ്ടി മേടിച്ചോണ്ട് വന്നു. ദാ നോക്കിയെടുത്തി. എടാ നോക്ക്, വൃത്തഹാരം നല്ല ഭംഗിയില്ലേ? സ്വീകരിക്കാൻ പറ്റിയ സാധനം. മണ്ടൻ, വെറുതെ ആണോ നിന്റെ നാട്ടുകാർ കളിയാക്കുന്നത്? പോടാ വൃത്തികെട്ടവരെ. അങ്ങനൊന്നും ആരോടെയും പറയരുത് കുട്ടാ. വല്യേട്ടാ നോക്ക്, നന്നായിട്ടില്ലേ വൃത്തഹാരം? കൊണ്ടുപോടാ അവന്റെ ഒരു വൃത്തഹാരം. ഇനി മേലെ വീട്ടിൽ നിന്ന് പുറത്തു പോരുത്. അവനെ ചീത്ത പറയണ്ട, അറിവില്ലാത്തത് കൊണ്ടല്ലേ. നീ പോയി കുളിക്കു കുട്ടാ. അതിനിപ്പോ മാമ്പഴച്ചാരി കുളിച്ചിട്ടല്ലേ വരുന്നേ, ഇനിയിപ്പൊ എന്തിനാ കുളിക്കുന്നേ? ഇനി നീ എന്നെ കളിയാക്കിയ നിന്നെ ഞാൻ പുല്ലാത്തിപ്പുഴയില് തള്ളിയിട്ട് കൊല്ലും. ബുദ്ധി കുറവാണെങ്കിലും അവനെന്റെ ഇളയ അനുജനല്ലേടാ, എന്താ ചെയ്യുക? എല്ലാരും ഉണ്ടല്ലോ. പടർന്ന് പന്തലിച്ച ഒരു മാവും അതിലെ ഇത്തിൽക്കണ്ണിയും മറ്റുള്ളവരുടെ വിയർപ്പുണ്ട്. അപ്പം തിന്നുന്നവര് എന്നെ വേണമെങ്കിൽ ഇത്തിക്കണ്ണിന്നൊക്കെ വിളിച്ചോ, എനിക്കതിൽ കുഴപ്പമില്ല. പക്ഷെ സ്വന്തം ജ്യേഷ്ഠനെ അങ്ങനെ വിളിക്കരുത്. ഈ മാവിലെ മാമ്പഴൊക്കെ തന്നെയാണോ നീയൊക്കെ തിന്നുന്നത്? അവൻ വിളിക്കട്ടെ, അവൻ എനിക്ക് മാവ് വെട്ടാൻ നടക്കുമല്ലേ. ഞാൻ ചേട്ടനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. ഒരു ചെറുകൂട്ടത്തിന് ഈ സമൂഹത്തെ യാകെ പിഴിഞ്ഞെടുക്കുവാൻ അവസരം കൊടുക്കുന്ന ഈ വ്യവസ്ഥിതിയെ പറ്റിയാണ്. എന്നാ പിന്നെ ഇറങ്ങി പോയിക്കൂടാ ആ പെരുങ്കൂട്ടത്തിന്റെ കൂടെ. പട്ടിണി കിടന്ന് ചാകാറാകുമ്പോ നീയൊക്കെ തിരിച്ചു വരും ഇതേ മാവിന്റെ ചോട്ടിലേക്ക് തന്നെ. ഗോപി, ഈ മാവും പ്ലാവും ഒക്കെ പടർന്ന് പന്തലിക്കും. മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ഒക്കെ വിഷപ്പകറ്റും. ഇടയിൽ കളകൾ ഉണ്ടാകും. അത് കാലം തിരിച്ചറിയും. ഈ ചേളാകവും തൂക്കി നടക്കുന്നവർക്ക് ഇത് വല്ലതും മനസ്സിലാകോ സാറേ? നീ ആരാണ് ഇതൊക്കെ പറയാൻ? ഇറങ്ങിപ്പോടാ ഈ വീട്ടിൽ നിന്ന്. ഈ വീടിന് നാടിന് കൊള്ളാത്ത നീ ഇറങ്ങണ ആദ്യം. ഇത്രയൊക്കെ കേട്ടിട്ടും ഇവിടെ ആരും ഒന്നും പറയുന്നില്ല.
ഏട്ടൻ ഇപ്പൊ പറയണം, ഇവിടെ ഞാനാണോ ഇവനാണോ വേണ്ടത്? അല്ലെങ്കിലും നിന്നെ കൊണ്ട് ഈ കുടുംബത്തിന് എന്തെങ്കിലും ഗുണമുണ്ടോ? ഒരെണ്ണം അകത്തുണ്ട്, അതങ്ങനെ, നീ ഇങ്ങനെ. ഓ, എന്ന് വെച്ചാ പോണെങ്കിൽ പൊയ്ക്കോ എന്ന് ഇവനെ കൊണ്ട് പറയിച്ചു. ശരി, അങ്ങനെയാവട്ടെ. ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചു പറഞ്ഞതല്ല. അല്ലെങ്കിലും നിനക്ക് തോന്നുമ്പോഴല്ലേ കയറി വരുന്നത്. എന്നാൽ ഞാൻ ഈ വീട്ടിലേക്ക് ഇനി വരുന്നില്ല. ഇങ്ങനെ ഒരു താന്തോന്നി അനിയനുള്ള കാര്യം ഏട്ടൻ ആരോടും പറയുകയും വേണ്ട. ഗോപി, എന്താ ഇത്? ഏട്ടൻ എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി നീ എങ്ങോട്ടാ പോകുന്നേ? കൊച്ചേട്ടാ പോകല്ലേ, കൊച്ചേട്ടാ പോകല്ലേ കൊച്ചേട്ടാ. എടത്തി, ഞാൻ പോകുന്നതാണ് നല്ലത്. ഒരിക്കലും പൊരുത്തപ്പെടാനാകാത്തവൻ പിരിയുന്നതല്ലേ നല്ലത്. ഈ പുല്ലാന്തി പുഴയ്ക്കപ്പുറേ വിശാലമായ ലോകമുണ്ട്. ഉണ്ണാനും ഉടുക്കാനും ഇല്ലാത്തവരുടെ ലോകം. അവരിൽ ഒരാളായി അവരുടെ കൂടെ ഞാനും ഉണ്ടാകും. ഗോപി, നീ പോകല്ലേടാ? അപ്പോ പോണില്ലേ? ശശി, സ്ഥാനമാനങ്ങളൊക്കെ കിട്ടിയപ്പോ കൂടെ കൂടിയവർ ഈ കുടുംബത്തിന്റെ സ്വസ്ഥത നശിപ്പിക്കും. ഞാനാണ് കുഴപ്പക്കാരനെങ്കിൽ ഞാനങ്ങ് പോയേക്കാം. ദേവി, മോളെ ദേവി. ആ, അമ്മാവനോ? ഇരിക്കമ്മാവാ, കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ഇതകത്തേക്ക് വെക്കൂ, കുറച്ച് പലഹാരമാ. ദേ, അമ്മാവൻ വന്നിട്ടുണ്ട് കേട്ടോ. ആ അമ്മാവനോ? നിന്നെ ഒന്ന് കാണാമെന്ന് കരുതി. പ്രസിഡന്റൊക്കെ ആയിന്ന് കേട്ടു. സത്യത്തിന് നീതിക്കും നിരക്കാത്തതൊന്നും ചെയ്യരുത്, സമ്മതിക്കുകയരുത്. അതങ്ങനെ തന്നെ അമ്മാവ. അറിഞ്ഞുകൊണ്ട് അതിലൊന്നിനും ഞാൻ കൂട്ടു നിൽക്കില്ല. അമ്മാവ, അമ്മാവ, അമ്മാവൻ എനിക്കെന്താ കൊണ്ടുവന്നേ? ദാ ഈ സഞ്ചിയിലുള്ളതെല്ലാം നിനക്കാ. ഉണ്ണിയപ്പവും അച്ചപ്പവും എല്ലാം ഉണ്ട്. ഹയ്യടാ, ഇത് മുഴുവൻ ഇന്ന് ഞാൻ തീർക്കും. അകത്തേക്ക് വരൂ അമ്മാവാ, എന്തെങ്കിലും കഴിച്ചിട്ട് ഒന്ന് വിശ്രമിച്ചോളൂ. ഇനിയിപ്പൊ നാളെ പോകാം. നീയോ പുറപ്പെട്ടോ? നാളെ രാവിലെയോ? ഓക്കെ. ഉണ്ണിയാ, അവൻ വരുന്നുണ്ടെന്ന്. നാളെ രാവിലെ ഇങ്ങെത്തും. അവൻ വടക്കെങ്ങാണ്ടല്ലേ പഠിക്കുന്നത്? അവൻ ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുവല്ലേ അമ്മാവാ. എന്നാ അവനെ കൂടെ കണ്ടിട്ട് പോകാം. ദേവിയച്ചേ, ദേവിയച്ചേ, സാർ ഇതുവരെ റെഡി ആയില്ലേ? അത് ഞാൻ ഇന്നലെ പറഞ്ഞു നോക്കി. അമ്പിന് മില്ലിൽ അടുക്കുന്നില്ല. ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി. അത്രയ്ക്ക് വേണോ? വണ്ടി ആ വഴി വിടാം. പക്ഷേ ഇപ്പൊ പറഞ്ഞ വാക്ക് മാറ്റരുത്. കൊല്ലം കുറേയായി എല്ലും കഷ്ണം തിന്നു നടക്കുന്നു. എനിക്കും വേണ്ട ജീവിതം. ഞാൻ പിന്നെ വിളിക്കാം. എന്തോ ഭയങ്കര പ്ലാനിങ് ആണല്ലോ. ആരെയെങ്കിലും കൊല്ലാനാണോ? അതിനൊക്കെ നിങ്ങളെപ്പോലുള്ളവർ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു സമൂഹം ഉണ്ടല്ലോ. ഈ കള്ളും കഞ്ചാവും മയക്കുമരുന്നൊക്കെ കഴിച്ച് നടക്കുന്നവര്. ആട്ടെ, മഹാനിലെ പോകുന്നു എന്ന് പറഞ്ഞിട്ട് പോയില്ലേ? എന്തേ, വണ്ടി കിട്ടിയില്ലേ? ഇതാരാ ഗോപി? മനസ്സിലായില്ല. ഏട്ടന്റെ പുതിയ സിൽബന്തിയാ. എപ്പോഴാ പെണ്ണിൽ നിന്ന് കുത്തണേന്ന് ആർക്കറിയാം. കൊച്ചേട്ടാ, ഞാൻ ഇപ്പൊ വരാട്ടോ. ദൂരേക്കെങ്ങും പോവല്ലേ? വലിയേട്ട പറഞ്ഞിട്ടില്ലേ? പോടാ വൃത്തികെട്ടവരെ. ഒറ്റ ദിവസം കൊണ്ട് സാറ് വീട്ടുകാര്യം മൊത്തം ഏറ്റെടുത്തല്ലോ. എന്നാ ശരി, പോകാം. ഞാൻ വേഗം വരാം. ടൗണിൽ ചെറിയൊരു മീറ്റിംഗ് ഉണ്ട്. എന്നാ വരട്ടെ മൈ ഡിയർ ഫ്രണ്ട്. ഇവിടെ കാണുമോ അതോ പോകുന്നോ? എന്താ ഗോപി ഇവൻ പറയുന്നത്? അപ്പൊ ഒന്നും അറിഞ്ഞില്ല? ഇന്നലെ ഇവിടെ നല്ല ബഹളായിരുന്നു. അവസാനം വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന ഒരു ഭീഷണി. തന്നോട് ഞാനൊന്നും പറഞ്ഞില്ല. എന്താ ഗോപി ഇത്? അവന് വ്യവസ്ഥിതിയോട് പുച്ഛം. അതെ, കാലഹരണപ്പെട്ട സംസ്കാരത്തിന്റെ പേര് പറഞ്ഞ് ഇരുളിന്റെ ഗുഹയിൽ നിന്നും മനുഷ്യനെ പുറത്തു കിടക്കാൻ അനുവദിക്കാത്ത ഈ വ്യവസ്ഥിതിയോട് എനിക്ക് പുച്ഛമാണ്. ആരും
ആരെയും ഭരിക്കാത്തൊരു ലോകം. അതാണ് അമ്മാവ ഞങ്ങൾ സ്വപ്നം കാണുന്നത്. നിനക്ക് തെറ്റി ഗോപി. സ്നേഹനൂലിൽ കോർത്തെടുത്ത വലക്കണ്ണികളാണ് കുടുംബ ബന്ധങ്ങൾ. അല്ലാതെ നീ പറയുന്ന സ്വപ്നലോകം വെറും യാന്ത്രികമാണടാ. അതാണ് നിങ്ങളുടെ സങ്കല്പ ലോകമെങ്കിൽ അങ്ങനെ ആയിരിക്കോ? അവനോട് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അമ്മാവാ. നിന്നെ പോലെ വീടും കുടുംബവും ഒക്കെ ഉപേക്ഷിച്ച് നടന്നൊരു കാലം എനിക്കും ഉണ്ടായിരുന്നു. അതൊക്കെ പോട്ടെ. അമ്മാവന് വേറെ പണിയൊന്നുമില്ലേ? മർക്കട മുഷ്ടിന്ന് കേട്ടിട്ടില്ലേ? കുരങ്ങ് ചത്താലും പാമ്പിനെ വിടില്ല. കുഴപ്പമില്ല, ഒരു പാമ്പിനെയെങ്കിലും കൊന്നിട്ടല്ലേ. അപ്പൊ ചിലതൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഉണ്ടെങ്കിൽ എന്നാല് പ്ലാനൊക്കെ തയ്യാറാക്ക്, ഞങ്ങള് പോയിട്ട് വരാം. ഒന്ന് നിർത്തുന്നുണ്ടോ? ഗോപി, അകത്ത് പോ. എരുതിയിൽ എണ്ണ ഒഴിക്കാൻ പുതിയ അവതാരങ്ങൾ. എവിടെ നോക്കിയാലും കൊലപാതകം, ബലാത്സംഗം, ആത്മഹത്യ. ഈ ലോകം എങ്ങോട്ടാണ് പോകുന്നത് ദൈവമേ? അതാണ് അമ്മാവ ഈ വ്യവസ്ഥിതിയുടെ പരാജയം. അല്ല ഗോപി, പഴയതിനെയും പുതിയതിനെയും കൂട്ടിക്കൊഴിച്ച് ശരിയേത് തെറ്റേത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്തതാണ് പ്രശ്നം. വെള്ളിമാവനോ എപ്പ വന്നു? ഞാൻ ഇന്നലെ വന്നതാ, നിന്നെ കൂടി കണ്ടിട്ട് പോകാമെന്ന് കരുതി. കൊച്ചച്ഛൻ ഇപ്പോഴും ഈ വേഷമൊക്കെ തന്നെയല്ലേ? നിന്നെ പോലെ വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ചവർക്ക് അതൊന്നും മനസ്സിലാവില്ല ഉണ്ണി. നീ ഇവന്റെ അഭിനവ സാഹിത്യം കേൾക്കാതെ അകത്തുപോയി കുളിച്ചു വല്ലതും കഴിക്കേ. അച്ഛനോടെ പോയി കൊച്ചച്ഛ. ഇപ്പൊ തിരക്കായില്ലേ, എപ്പോ വരുമെന്ന് ആർക്കറിയാം. എനിക്ക് അർജന്റായി കുമാർ ഡോക്ടറെ കാണായിരുന്നു. ആര്? ലയുടെ അച്ഛനോ? നിനക്ക് എന്ത് പറ്റി? എനിക്ക് സുഖമില്ലായിരുന്നു. ഞാൻ അച്ഛനോട് വിശദമായൊന്നും പറഞ്ഞിട്ടില്ല, ലയുടെ അച്ഛനോട് ഞാൻ പറഞ്ഞായിരുന്നു. അതാ പെട്ടെന്ന് വന്ന്. വിടടാ വിടടാ, എടാ വിടാൻ. ആഹാ, കമ്പിയിൽ ഉടക്കിയതായിരുന്നു. ഞാനൊരു മണ്ടൻ. ഹായ്, ഉണ്ണിക്കുട്ടൻ വന്നല്ലോ. ഉണ്ണിക്കുട്ടനെ ചക്കപ്പഴ ഇഷ്ടല്ലേ? ഉണ്ണിക്കുട്ടന് വേണ്ടി ഇളയച്ചൻ കേറി പറിച്ചതാ, നിറച്ച പുളിയുറുമ്പ്. എന്നാലും ഉണ്ണിക്കുട്ടൻ വേണ്ടിയല്ലേ. എന്റെ ഉണ്ണിക്കുട്ടൻ വലിയ കുട്ടിയായിട്ടോ. നിങ്ങൾക്കൊന്ന് വൃത്തിയായി നടന്നോടെ, ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാൻ. അമ്മേ, നിങ്ങൾക്ക് എങ്ങനെ ഒന്ന് പറഞ്ഞു കൊടുത്തൂടെ? ഉണ്ണി, നീ എന്താ പറഞ്ഞേ? ഇളയച്ചനോട് അങ്ങനെയൊക്കെ പറയാമോ? വലിയ പഠിത്തക്കാരനായപ്പോ കഴിഞ്ഞ കാലമൊക്കെ മറന്നോ നീയെ? ഉണ്ണിക്കുട്ടനെ വഴക്ക് പറയണ്ടേ ഇടത്തി? ഉണ്ണിക്കുട്ടനെ വഴക്കുറഞ്ഞ എനിക്ക് എനിക്ക് സങ്കടാവും. ഉണ്ണിക്കുട്ടന് ഓർമ്മയുണ്ടോ? ഇളയച്ചൻ മടിയിലെത്തി വരിക്കപ്ലാവിന്റെ കൊമ്പിലെ ഊഞ്ഞാലിലാട്ടിയത്. ഉറക്കെ കരഞ്ഞപ്പോ നിർത്താൻ നോക്കി, താഴെ വീണ് മുട്ടും പൊട്ടി. എനിക്കൊന്നും ഓർമ്മയില്ല. ഒരു ഊഞ്ഞാലും മണ്ണാങ്കട്ടയും. ഉണ്ണിക്കുട്ട, നമ്മുടെ കടുക്കാച്ചി മാവില്ലേ, അതില് നിറച്ചു മാങ്ങ ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ കണ്ടു 4 എണ്ണറക്കണ്ണന്മാര്. എനിക്ക് സങ്കടം വരുമ്പോ ഞാൻ അതിന്റെ ചോട്ടിൽ പോയിരിക്കും. അപ്പോ എണ്ണറക്കണ്ണന്മാര് മോളിൽ നിന്ന് ചിൽ ഒച്ചുണ്ടാക്കും. എന്നോട് സങ്കടപ്പെടേണ്ടത് പറയേണ്ടതാവും അല്ലേ ഇടത്തി? അങ്ങനെ ഇരിക്കുമ്പോ എനിക്ക് ഉണ്ണിക്കുട്ട ഓർമ്മ വരും. നാണമില്ലാത്ത മനുഷ്യൻ. ഉണ്ണി, നീ എവിടെന്നാ ഉണ്ണി ഇതൊക്കെ പഠിച്ചത്? ഡോക്ടറോ? വന്നത് നന്നായി. ഞങ്ങള് ഹോസ്പിറ്റലിലേക്ക് വരാൻ തുടങ്ങുകയായിരുന്നു. ആ അതിനെ കണ്ടിട്ട് കുറെ നാളായല്ലോ. അതെങ്ങനെയാ ദേവേച്ചി, ഒന്ന് ജോലി കഴിഞ്ഞിട്ട് വരാൻ നല്ല ലേറ്റ് ആവും. പിന്നെ ഇപ്പൊ തന്നെ ഞാൻ സമയം ഉണ്ടാക്കി ഉണ്ണിനെ കാണാൻ വേണ്ടി വന്നതാ. അല്ല, ഉണ്ണിക്ക് സുഖമില്ലെന്ന് ഡോക്ടർ എങ്ങനെ അറിഞ്ഞു? എന്താ ഡോക്ടറെ, വലിയ കുഴപ്പം വല്ലതുമാണോ? ഏയ്, ഒന്നും ഉണ്ടാവില്ല. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഞങ്ങൾക്ക് ലൈക്കുട്ടിയും ഉണ്ണിയും ഒരുപോലെ അല്ലേ ദേവേച്ചി? എന്നാ പിന്നെ ഉണ്ണിക്കുട്ട ഇപ്പൊ തന്നെ എന്റെ കൂടെ പോന്നോട്ടെ. എന്നാ ഞാനും വരാം.
കൊന്നു, ഞാൻ കൊന്നു. എന്റെ വലിയേട്ടനെ കൊല്ലാൻ നോക്കിയവരെ ഞാൻ പുല്ലാന്തിപ്പുഴയില് തള്ളിയിട്ട് കൊന്നു. ഇനിയും കൊല്ലും. എനിക്കെന്റെ വലിയേട്ടൻ ജീവനാ. എന്റെ കുട്ട, നീ എന്തായി ചെയ്തത്? കുട്ടൻ എന്തായി പറയുന്നേ? നമ്മുടെ കുട്ടൻ അവന്റെ വലിയേട്ടനെ ഉപദ്രവിച്ചവനെ പുല്ലാന്തിപ്പുഴയിൽ തള്ളിയിട്ട് കൊന്നു. ദേ കുട്ടനന്വേഷിച്ച് പോലീസ് നടക്കുന്നുണ്ട് കേട്ടോ. എന്താണ് സാർ, എന്തു പറ്റി? ഞങ്ങൾ ചിലരെ അന്വേഷിച്ചു വന്നതാ. സാറേ കുട്ടനൊരു അബദ്ധം പറ്റിയതാ സാറേ. ഹേയ്, ഞങ്ങൾ കുട്ടനെ അന്വേഷിച്ചല്ല വന്നത്. അപ്പോ കുട്ടൻ പുഴയിലേക്ക് ഒരാളെ അതോ അയാളെ നാട്ടുകാർ രക്ഷപ്പെടുത്തി. പിന്നെ സാർ വന്നത്? ഞങ്ങൾ വന്നത് മറ്റൊരാളെ തേടിയാ. സാറിനെ വണ്ടി ഇടിപ്പിച്ച് കൊല്ലാൻ നോക്കിയില്ലേ, അതിന് കൂട്ടു നിന്നവൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു. അപ്പോ ചില പ്ലാനൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞത് ശരിയായിരുന്നല്ലേ? എന്നാലും സ്വന്തം ജ്യേഷ്ഠന് മനസ്സിലായില്ല. വേറെ ആര്? ഗോപി? ഹേയ്, കാര്യം എന്തൊക്കെ ആയാലും അവൻ അങ്ങനൊന്നും ചെയ്യില്ല. ഇങ്ങനെയൊക്കെ ചെയ്യാൻ എങ്ങനെ മനസ്സ് വന്നടാ? ബന്ധങ്ങൾ ബന്ധനങ്ങളാണെങ്കിലും പൊട്ടിച്ചെറിഞ്ഞു പോയിക്കൂടെ നിനക്ക്? കൂടപ്പിറപ്പിനെ ചതിക്കണമായിരുന്നോ കുട്ടി? നീ വെറുതെ അതും ഇതൊന്നും പറയണ്ട. അവന് ഈ സംസാരം മാത്രമേ ഉള്ളൂ. പാവം. തലമാരൊക്കെ രക്ഷപ്പെട്ട്. അപ്പോ നാടകമൊക്കെ കഴിഞ്ഞെങ്കിൽ നമുക്ക് പോകാം. ഞാനോ? നിന്റെ അഭ്യാസം ഒന്നും വേണ്ട, എല്ലാം അവര് പറഞ്ഞു. ഇനി കുറച്ചു കാലം മേലിറങ്ങാതെ തിന്നാം. ഇപ്പോഴും അത് തന്നെയല്ലേ ചെയ്യുന്നേ? സാറേ പ്ലീസ് സാറേ, ഇനി ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ല. എനിക്കൊരു അബദ്ധം പറ്റിയതാ, എന്നെ ഒന്ന് രക്ഷിക്കും സാറേ. സാറേ, അവരെ വിട്. ഇപ്പോഴത്തേക്ക് നന്നാവാൻ ഒരു അവസരം കൊടുക്കും. സാറ് പറഞ്ഞതുകൊണ്ട് തൽക്കാലം രക്ഷപ്പെട്ടു. എങ്ങനെയാണ് ഈ നല്ല മനുഷ്യരോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയത്? സാറേ ഇവരെ കൊല്ലണം, കൊള്ളൂലാത്തവരെ ഒക്കെ കൊല്ലണം. തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കാനല്ലേ ഞങ്ങളൊക്കെ ഉള്ളത്. കുട്ടൻ എന്തെങ്കിലും പറ്റിയാ ഇവർക്കൊക്കെ സങ്കടമാവൂലേ? കുട്ടാ, നീ ഒന്നും ചെയ്യണ്ട. ആരുമായി തല്ലുകൂടാൻ പോകണ്ട. എന്നാലും ഡോക്ടർ ഉണ്ണിയുടെ കാര്യം ഒന്നും പറഞ്ഞില്ലല്ലോ. റിപ്പോർട്ടോ? ഉണ്ണിക്കോ? നോക്കിയോ? എന്നിട്ട് എന്തെങ്കിലും കുഴപ്പം? എന്റെ കാവിലമ്മേ, എന്റെ ഉണ്ണിക്കൊന്നും വരുത്തരുതേ. ഒന്നുമില്ല ദേവി. എന്താ രാമേന്ദ്ര, ഉണ്ണിക്കുട്ടന്റെ കാര്യം എന്താ പറഞ്ഞേ? അവൻ കൊണ്ടുവന്ന റിപ്പോർട്ട് ഡോക്ടർ നോക്കി. ചിലപ്പോ കിഡ്നി മാറ്റി വെക്കേണ്ടി വരുമെന്ന് അവർ ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്റെ ദേവി, എന്റെ ദൈവമേ, എന്താ ഇങ്ങനെ ഒന്നിന് പിന്നാലെ ഒന്നായി? എന്താ പറ്റിയ? എന്റെ ഉണ്ണിക്കുട്ടന് എന്താ പറ്റിയ? ഒന്നുമില്ല കുട്ട. അല്ല, എന്തോ ഉണ്ട്. അതല്ലേ എല്ലാരും സങ്കടപ്പെട്ടിരിക്കുന്നത്? അറിയില്ല കുട്ടാ, നമ്മുടെ ഉണ്ണിക്ക് സുഖമില്ല. കിഡ്നി മാറ്റി വെക്കണമത്രേ. അതിനെന്താ, എന്റെ കെട്ടിയെടുക്കാലോ. എന്റെ 2 കെട്ടിയെടുത്തോട്ടെ. എന്റെ ഉണ്ണിക്കുട്ടി വേണ്ടിയല്ലേ? എന്തായാലും ഡോക്ടർ നോക്കട്ടെ. എന്റെ ദേവി, എന്തിനാ ഞങ്ങളെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? എന്റെ ഉണ്ണിക്കുണ്ട് ഒന്നും ഉണ്ടാവില്ല. ദാ നിങ്ങളുടെ ഉണ്ണി, അവനൊരു കുഴപ്പമില്ല. 1 മാസം മരുന്ന് കഴിക്കണം, എന്നിട്ട് അവര് ഇഷ്ടം പോലെ കോളേജിലേക്ക് പോലോ.
എന്റെ ഉണ്ണിക്കുട്ടി ഒന്നുമില്ലേ? എന്റെ ഉണ്ണിക്കുട്ടി ഒന്നുമില്ലേ? ചിറ്റിൻ ചാക്കടി ചിറ്റിൻ ചാക്കടി ചിറ്റിൻ ചാക്കടി. ഞങ്ങളുടെ ഉണ്ണിക്കുട്ടി ഒന്നുമില്ല കേട്ടോ. ഞങ്ങളുടെ ഉണ്ണിക്കുട്ടി ഒന്നുമില്ല കേട്ടോ. ഞാനിപ്പോഴും കൊച്ചുകുട്ടിയാ. കണ്ടോ കുട്ടന്റെ സന്തോഷം. ബുദ്ധിയില്ലാത്തവനെന്ന് പറഞ്ഞ് അവഗണിച്ചിട്ടിരുന്ന നമ്മുടെ കുട്ടനെ കണ്ടു പഠിക്കണം. ബന്ധനങ്ങളല്ല കുട്ടികളെ, പൊട്ടിമാറുന്ന ബന്ധങ്ങളുടെ നൂൽച്ചരടുകൾ ചിലപ്പോൾ വൻവടങ്ങളായി മുങ്ങിത്താഴുന്ന ജീവിത നൗകകളെ കരക്കെടുപ്പിക്കും. കുട്ടാ, നിന്നെ ഞാൻ മനസ്സിലാക്കിയില്ലല്ലോടാ. നീയാടാ വലിയവൻ. മനുഷ്യബന്ധങ്ങളുടെ വിലയേറിയാൻ നീ വേണ്ടി വന്നല്ലോ കുട്ടി. വലിയേട്ടാ, അങ്ങനെ പറയല്ലേ വലിയേട്ടാ. കുട്ടാ, നിനക്ക് ബുദ്ധിയില്ലെന്ന് ആരാടാ പറഞ്ഞത്? നീയാണ് എന്റെ ഏട്ടൻ. ഏട്ടാ, ഏടത്തി, അമ്മാവ, എന്നോട് ക്ഷമിക്കൂ. അങ്ങനെ പറയല്ലേ കൊച്ചേട്ടാ. ഞാൻ ബുദ്ധിയില്ലാത്തവനാ. സാരമില്ല ഗോപി, എന്തായാലും എല്ലാം കലങ്ങി തെളിഞ്ഞല്ലോ. എടതി ബുദ്ധിമാനായാലേ കള്ളത്തരം ചെയ്യും, ആൾക്കാരെ പറ്റിക്കും. എനിക്ക് കള്ളത്തരം ചെയ്യണ്ട, ആരെയും പറ്റിക്കണ്ട. എനിക്ക് എല്ലാവരും വേണം. വല്യേട്ടൻ ഇനിയും വലിയ ആളാവും. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. വേണമെങ്കിൽ ഞാൻ ചത്തോളാം. ഇനി ഒരിക്കലും ഞങ്ങളുടെ കുട്ടരെ കളിയാക്കരുത്. ഇവരാണ് ഞങ്ങളുടെ വഴികാട്ടി, ബന്ധങ്ങളുടെ വില പറഞ്ഞു തന്നവൻ. വെളിച്ചത്തെ പിടിക്കാൻ പറന്നു പൊങ്ങി ചിറക് കരിഞ്ഞ് താഴെ വീഴുന്ന ഈയാമ്പാറ്റകളാണ് കുട്ടികളെ നമ്മളൊക്കെ. ജനന മരണങ്ങൾക്കിടയിലുള്ള ഈ കുറച്ചു കാലം നല്ലവരായി ജീവിക്കാം, നമ്മുടെ കുട്ടനെ പോലെ. അതെ, ആ മറ്റേ കാര്യം പറയണ്ടേ? എന്താ ഒരു രഹസ്യം? ഒന്നുമില്ല ദേവേച്ചി, ഞങ്ങൾക്കൊരാഗ്രഹം. ലയയുടെയും ഉണ്ണിക്കുട്ടന്റെയും അല്ലെങ്കിൽ പിന്നെ പറയാം, അല്ലേ? അങ്ങനെ 4 വർഷങ്ങൾക്ക് ശേഷം ആ രഹസ്യവും പരസ്യമായി. നാടകം ഇവിടെ അവസാനിക്കുന്നു. ഔപചാരികമായ ബന്ധങ്ങളിലേക്ക് ചുരുക്കുകയാണ്. ആധുനിക സമൂഹത്തിൽ എന്തെങ്കിലും ഒരു സന്ദേശം നൽകുവാൻ ഈ ലഘുനാടകം സഹായിക്കുമെങ്കിൽ നിങ്ങൾ ചാരിതാർത്ഥ്യരായി. ബന്ധങ്ങൾ ഒരിക്കലും ബന്ധനങ്ങളല്ല. നന്ദി, നന്ദി, നന്ദി.